അതെ, ദമ്പ എന്തെപ്പോഴും പുക പോലെ വരണേ? എനിക്ക് പ്രത്യേകിച്ചൊരു രൂപമില്ല. പുക പോലെ വരുമ്പോ കാണാൻ ഒരു രസമില്ല. എന്നാ അക്കുവിന് ഇഷ്ടമുള്ളൊരു രൂപം പറ, ഞാനതാവാ. എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പയാണ്. ദമ്പ അപ്പയുടെ രൂപയാ മതി. അക്കു, നീ എവിടെ നിന്നിട്ടെടുക്ക? ഞാൻ ഒരു പണിയിലാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ദമ്പു പോയിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണും. പേടിക്കണ്ട, അക്കുവിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഉറപ്പാണോ? സംശയമുണ്ടാ? സംശയൊന്നുമില്ല. എന്നാ പിന്നെ ദമ്പുന് ഒരാൾ ഇടിക്കാൻ പറ്റോ ഇതുപോലെ കാണാണ്ട് പോയിട്ട്? അതിനെന്റെ ആവശ്യമില്ല. ഇപ്പൊ അക്കുവിന് ഒരാൾ ഇടിക്കണമെങ്കിൽ തമ്പോ ഇവനൊന്ന് ശരിയാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അക്കു തന്നെ ഇടിച്ചാ മതി. അപ്പൊ അവൻ ഓടിക്കോളും. സത്യാണോ? അത് പൊളിച്ചു. ഇനി അക്കുവിന് ഒരാളെ പേടിപ്പിക്കണം എന്ന് വെച്ചോ, അപ്പൊ എന്ത് ചെയ്യണം? വെടിവെക്കണ പോലെ കാണിക്കാം. ഇങ്ങനെ പിടിക്കണം കൈ, എന്നിട്ട് പിഷ്ക എന്ന് കാണിച്ചിട്ട് പിഷു പിഷു ഇങ്ങനെ കാണിച്ചാല് അവൻ പേടിച്ച് ഓടിക്കോളും. ഇങ്ങനെ വെടിവെക്കണല്ലേ? അത് തകർക്കും. ഇവിടെ ആരോടാണോ വർത്താനം പറയണേ? ഇവിടെ ഒരു പൂവാലുണ്ട്, അവനിങ്ങോട്ട് വരട്ടെ. അവനെ ടിഷു ടിഷു ടിഷു. ഇവിടെ വേറെ ആരും ഇല്ല. പിന്നെ ഇത് ആരോടാണ്? എനിക്ക് വട്ടായ. എനിക്ക് നോക്കണേ. ഒരാളവിടെ പഞ്ഞി കണ്ട് ആവും. അയ്യോ, പോയിക്കോ പോയിക്കോ പോയിക്കോ, അല്ലെങ്കിൽ അവൻ കാണും. പേടിക്കണ്ട, എന്നാർക്കും കാണാൻ പറ്റില്ല. അയ്യോ, ഞാൻ അതും മറന്നു. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ആവു ചേച്ചി, ഇങ്ങോട്ട് പോരെ, ഞാൻ കണ്ടൊളിച്ചിക്കണത്. അയ്യോ, കണ്ടുപിടിച്ചു. ഇങ്ങോട്ട് പോരെ. നീ എന്നെ കണ്ടല്ലേ? അല്ല, നീ ആരോട് സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ മിമിക്രി പ്രാക്ടീസ് ചെയ്താ. മിമിക്രിയാ? അതെന്തിനാ? ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം വരാണെങ്കിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്നാ നീ ഒരു മിമിക്രി കാണിച്ചേ. ഓക്കേ. എന്താ മോളെ പ്രശ്നം? സുഖമാണല്ലോ അല്ലേ? സവാരി ഗിരി ശംഭോ മഹാദേവ. ഓ സൂപ്പർ. ഇനി വേറൊരെണ്ണം കാണിക്കേ. ഓക്കേ. പോണോ? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും 4 നേരം കൂട്ടിക്കൊണ്ടുന്ന നിനക്ക് ആ പേര് തരൂ, എനിക്ക് ആ പേര് തരില്ല. I am Bharat Chandran IPS. Just remember that. ഓ സൂപ്പർ. പൂവലടി ഞാനുണ്ട്. ഞാൻ പൂവല്ല, ഞാൻ ഡയലോഗിന്റെ പഞ്ചിനങ്ങട് നടന്ന. സൂപ്പർ, താങ്ക് യു. അതാരോടെ നീ താങ്ക് യു പറഞ്ഞവിടെ? അത് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞാണ്. അവിടെ ആരെങ്കിലും ഉണ്ടായിന് നോക്കിയേ? ഉണ്ടാ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ തമാശ. നിനക്കും വേണമെങ്കിൽ താങ്ക് യു പറഞ്ഞോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്നാ പിന്നെ പോട്ടെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അതിന് നാളെ ശനിയാഴ്ച അല്ലേ, ക്ലാസ്സില്ല. അത് ശരിയാണ്, പക്ഷെ നാളെ തിങ്കളാഴ്ച ആണെങ്കിലോ? അപ്പൊ ക്ലാസ് ഉണ്ടാവില്ലേ? അതിന് നാളെ ശനിയാഴ്ച അല്ലേ, പിന്നെന്താ പ്രശ്നം? അതൊക്കെ ശരിയാണ്, പക്ഷെ നാളെ നേരം വിളിക്കുമ്പോ എങ്ങാനും തിങ്കളാഴ്ച ആയാലോ? ഞാൻ പെടൂലേ? അതുകൊണ്ടാണ് ഞാൻ ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യണേ. പോട്ടെ. എന്നോരടുത്തോണ്ടി ചേച്ചിക്ക് എന്താ വട്ടായ? അതാണ് എനിക്ക് സംശയം. എനിക്ക് വട്ടായാവോ? ഇവിടെ ആരും ഇല്ല. എന്നാ ഞാൻ പോട്ടെ. എന്നാരെങ്കിലും ഇപ്പൊ ഷൂന്ന് വിളിച്ചാ? അതിനിവിടെ ആരും ഇല്ലല്ല. ചേച്ചിക്ക് തോന്നിയതായിരിക്കും. കറക്റ്റ്, എനിക്ക് തോന്നിയതാ.
എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്തേ? എനിക്കെന്തെങ്കിലും കുഴപ്പം തോന്നണ്ട? ചെറുതായിട്ട് തോന്നണ്ട്. ശരിയാ, എനിക്കും തോന്നുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, എന്റെ മൂട്ടിൽ എന്താണ്ട് കൊണ്ട്. ചേച്ചിക്ക് തോന്നിയതായിരിക്കും. കറക്റ്റ്, ശരിയായിരിക്കും. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്ത് നല്ല കുട്ടിയല്ലേ, പക്ഷെ എവിടെയോ എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. അയ്യോ, അതത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അതൊരു കുഞ്ഞ പ്രശ്നമുള്ളൂ. അയ്യോ, എന്തിപ്പേ? നീ ഇതാരോട് വർത്താനം പറയണേ? ഞാൻ എന്നോട് തന്നെ. എന്തേ? നിന്നോട് തന്നെ? ആ, അതെന്തിനാ? ഒരു രസം. ഒരു രസോ? സത്യാണ്. അങ്ങനെ ഒരു രസത്തിനായിരിക്കും ഇന്നലെ രാത്രി അടുക്കളയിൽ വന്ന് കുത്തിരുന്നല്ലേ? ആരിരുന്നു? ഞാൻ കണ്ടു നീ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ പിടിച്ച് അടുക്കളയിൽ ഇരുന്നത്. ഞാനാ? പിന്നല്ലാണ്ട്. ശോ, അത് ഞാനാ ഇന്നലെ അടുക്കളയിലുണ്ടായിരുന്നത്. അമ്പടാ. അമ്പടാന്നാ ഞാൻ കണ്ടു ഇന്നലെ ട്ടാ. എന്നെ? ആ, നിന്നെ തന്നെ. എന്നപ്പക്ക് കാര്യായിട്ട് എന്തോ കുഴപ്പമുണ്ട്. അപ്പ പോയിട്ട് ഒരു ഡോക്ടറെ കാണാനത് നല്ലതാ. ഇനി അപ്പം പറഞ്ഞു പോലെ വില ആലൂസിനേഷൻ ആയിരിക്കുമോ? എന്തായാലും ഇന്നൊടുങ്ങി എക്സസൈസ് തുടങ്ങിയേക്കാം. ആഹാ, കലക്കില. എന്താണ് രാവിലെ തന്നെ ശരീരാണെങ്കിൽ നല്ല പണിയെടുക്കണ്ടല്ലോ. ഞാനേ ഇന്ന് മുതൽ പുതിയ കുഞ്ഞുമോനാകാൻ തീരുമാനിച്ചു. വെള്ളടി കംപ്ലീറ്റ് നിർത്തിയിട്ടാ. വെള്ളടി നിർത്തി. ഇനി എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു പുതിയ മനുഷ്യനാവും പോയെ. ശരീരവും മനസ്സും കംപ്ലീറ്റ് ശുദ്ധീകരിക്കാൻ പോയെ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ നീ വെള്ളം അടിച്ചിട്ട് നിന്റെ ബുദ്ധിയൊക്കെ പോയിരിക്കാണ്. നീ കാണുന്നതും പറയുന്നതും പരസ്പരം വിരുദ്ധമാണ്. ശരിയല്ലേ? ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. എനിക്കും തോന്നി ഒരു മാറ്റാവശ്യമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നോട് നിർത്താൻ തീരുമാനിച്ചത്. ഒരു സന്തോഷമായിടാ മോനെ. ഈ ഒരു വാക്ക് നിന്റെ വായിന്ന് കേൾക്കാനേ ഈ അപ്പൻ എത്ര നാളായി കൊതിക്കണം അറിയാമോ? അതെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. അപ്പന് ചെറുതായിട്ട് പണിവാളി തുടങ്ങിയിട്ടാ. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പടി നിർത്തിക്കോ, ഞാൻ കമ്പനി ഉണ്ട്. അമ്പട പുളിസു, അത് നീ നിന്റെ മനസ്സിൽ വെച്ചാ മതി. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. എന്റെ അപ്പ അതുകൊണ്ടല്ല. ഈ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നല്ലേ എന്റെ ഏറ്റവും വലിയ ചങ്ങാതി ആരാ? അപ്പൻ. അപ്പൊ അപ്പൻ നന്നായി ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവൂലേ? അങ്ങനെ ഇപ്പേ നീ എന്നെ നന്നാക്കിക്കൊണ്ട് നീ നന്നാവാൻ നോക്കണ്ട. നീയേ സ്വയം നന്നാവാനൊന്ന് ശ്രമിക്കും. എന്നിട്ട് നീ നിന്നെ നന്നാക്ക്. എന്നിട്ട് ഞാൻ എന്നെയും നീ എന്നെയും നന്നാക്ക്. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞേ. അങ്ങനെ ഇപ്പോ എന്നെ നന്നാക്കിക്കൊണ്ട് നീ നന്നാവാൻ നോക്കണ്ടെന്ന്. നിനക്ക് സ്വയം നന്നാവാൻ പറ്റുമെങ്കിലേ നീ നന്നാവ്. എന്നിട്ട് നീ നിന്നെ നന്നാക്ക്. എന്നിട്ട് ഞാൻ എന്നെയും നീ എന്നെയും നന്നാക്ക്. ആദ്യം നിന്നെ നന്നാക്ക്, അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു പൊട്ടൻ. ഒരാളെ നന്നാവാന്ന് വിചാരിച്ച അതിന് പ്രോത്സാഹിപ്പിക്കാത്തൊരു തന്ത. ഹലോ, നീ എന്ത് ഈ ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയണേ? ആരെണ്ണ എന്തുട്ടാ അവിടെ നോക്കണേ? Who are you? Who are you? എടാ കുഞ്ഞുമോനെ, എടാ കുഞ്ഞുമോനെ, ദൈവമേ കുഞ്ഞുമോനെ, എന്തു പറ്റിയടാ? അയ്യോ, എന്റെ ചെക്കനെന്ത് പറ്റിയാവോ?
ദൈവമേ, ഇവൻ ചത്ത. അയ്യോ, എന്റെ പൊന്നു പോലും ആരൊന്ന് ആസ്പത്രി എന്താ? അയ്യോ ഞാൻ കടലിൽ മുങ്ങി പോയേ, കടലിൽ മുങ്ങി പോയേ, കടലിൽ മുങ്ങി പോയേ. എഴുന്നേറ്റ് എഴുന്നേക്ക്. അവന്റെ ഒരു കടലിൽ പോക്ക് എനിക്കടാ. ഞാൻ കടലിൽ പോയില്ല അല്ലേ? ഇങ്ങനെ പോയാലേ ഞാൻ നിന്നെ മിക്കവാറും കടലിൽ മുക്കി താഴ്ത്തേണ്ടി വരും. അവന്റെ ഒരു ബോധം കടല്. അപ്പ ഈ വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നം ഭരിക്കോ? ഒന്ന് എഴുന്നേറ്റ് പോടാ. അവന്റെ ഒരു സ്വപ്നവും കിപ്പനും. അപ്പ എന്താ ഞാൻ ഇതെങ്ങനെ നനഞ്ഞേ? സ്വപ്നത്തിൽ മൂത്രം ഒഴിച്ചതായിരിക്കും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അയ്യേ ഭാഗ്യം, ആരും കണ്ടില്ല. നേരത്തെ ഒരു അപ്പനോട് കയറിപ്പോയല്ലോ. ഇപ്പൊ വീണ്ടും ഒരു അപ്പം കയറിപ്പോയി. അപ്പം എനിക്ക് എത്ര അപ്പനാ? രണ്ടപ്പനാ? കളി തുടങ്ങുന്നു, ചിരി തുടങ്ങുന്നു, പണി കൊടുക്കുന്നു, വട്ടം കറക്കുന്നു.